നിങ്ങളുടെ ജീവിതത്തിൽ ഉടൻ വന്നു ചേരുന്ന അനുഗ്രഹങ്ങൾ, ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്ന സൗഭാഗ്യങ്ങൾ എന്തെല്ലാമാണെന്നുള്ള കാര്യമാണ് നോക്കുന്നത്. അതിനായിട്ട് വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ കണ്ണുകളടച്ച് മനസ്സൊന്ന് ഏകാഗ്രമാക്കി ഒരു നിമിഷം നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവിക ശക്തിയെ നന്നായിട്ട് പ്രാർത്ഥിക്കുക. അതായത് ഇതിൽ പറയുന്ന അനുഗ്രഹങ്ങളൊക്കെ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരണമെന്ന് ഇഷ്ടദേവതയോട് നന്നായിട്ട് പ്രാർത്ഥിക്കുക. അതിനുശേഷം കണ്ണുകൾ തുറന്ന് ഇവിടെ തന്നിട്ടുള്ള മൈന, കാക്ക എന്നീ 2 വ്യത്യസ്ത പക്ഷികളിൽ നിന്നും നിങ്ങൾക്കിഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു പക്ഷിയെ തിരഞ്ഞെടുക്കുക. തിരഞ്ഞെടുത്തു എന്ന് വിശ്വസിക്കുന്നു. ഇനി റീഡിങ്ങിലേക്ക് കടക്കാം. എന്തെല്ലാം അനുഗ്രഹങ്ങളാണ് നിങ്ങളെ കാത്തു നിൽക്കുന്നത് എന്ന് നോക്കാം. ആദ്യമായിട്ട് ഒന്നാമത്തെ ചിത്രമായ മൈനയെ തിരഞ്ഞെടുത്തവരുടെ ഫലങ്ങളിലേക്കാണ് പോകുന്നത്. അതായത് സ്വന്തം കാര്യം പോലും നോക്കാതെ, തിരിച്ചൊരു പ്രതിഫലവും പ്രതീക്ഷിക്കാതെ മറ്റുള്ളവരെ സഹായിക്കാനുള്ള ഒരു നല്ല മനസ്സ് നിങ്ങൾക്കുണ്ട്. അതുപോലെ തന്നെ അഭിമാനികളായ വ്യക്തിത്വത്തിനുടമകൾ കൂടിയാണ് നിങ്ങൾ. ഇപ്പോൾ ആരെങ്കിലും നിങ്ങളെ ചെറിയ രീതിയിൽ പോലും മോശമായി കാണുന്നതോ അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് മോശമായി പറയുന്നതോ ഒരിക്കലും നിങ്ങൾക്ക് സഹിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. നിങ്ങളുടെ അഭിമാനത്തിന് കോട്ടം വരുന്ന രീതിയിലുള്ള ഒരു കാര്യങ്ങളും നിങ്ങൾ പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്യില്ല. എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധയോടുകൂടി മാത്രമേ നിങ്ങൾ കൈകാര്യം ചെയ്യാറുള്ളൂ എന്നുള്ളതാണ് നിങ്ങളുടെ ഒരു പ്രത്യേകതയായിട്ട് ഇവിടെ കാണുന്നത്. മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് നല്ലത് മാത്രം പറയണം എന്ന ഒരു ചിന്തയാണ് എപ്പോഴും നിങ്ങളിലുള്ളത്. നിങ്ങളുടെ കുടുംബത്തിൽ എന്തോ ഒരു സന്തോഷകരമായ കാര്യം വന്നു ചേരാൻ പോകുന്നു എന്ന് നിങ്ങളുടെ ഫലം ഇവിടെ കാണുന്നുണ്ട്. നിങ്ങൾ മൂലമോ നിങ്ങളുടെ കുടുംബത്തിലെ മറ്റു വ്യക്തികൾ മൂലമോ ധാരാളം സന്തോഷകരമായ നിമിഷങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉടൻ തന്നെ വന്നു ചേരുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വരാനിരിക്കുന്ന നാളുകൾ എന്ന് പറയുന്നത് സന്തോഷവും സമാധാനവുമൊക്കെ നിറഞ്ഞ നാളുകൾ തന്നെയാണെന്നാണ് നിങ്ങളുടെ ഫലം ഇവിടെ പറയുന്നത്. ബുദ്ധിയും കഴിവുമെല്ലാം നിങ്ങളിൽ ധാരാളമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രവർത്തിക്കുന്ന മേഖലയുമായി ബന്ധപ്പെട്ട് ധാരാളം അംഗീകാരങ്ങളും പ്രശംസയും ഒക്കെ നിങ്ങളെ തേടി എത്തുമെന്ന് നിങ്ങളുടെ ഫലം പറയുന്നുണ്ട്. അതുപോലെ നിങ്ങൾ പ്രവർത്തിക്കുന്ന മേഖലയുമായി ബന്ധപ്പെട്ട് ധാരാളം ധനപരമായ നേട്ടങ്ങൾ നിങ്ങൾക്ക് വരും നാളുകളിൽ വന്നു ചേരുമെന്നും നിങ്ങളുടെ ഫലം ഇവിടെ പറയുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വരാനിരിക്കുന്ന നാളുകൾ ഈശ്വരാനുഗ്രഹം കൂടുതലായിട്ടുള്ള സമയങ്ങളാണെന്നാണ് കാണുന്നത്. ആരോഗ്യപരമായ ഒരു പുരോഗതി നിങ്ങൾക്ക് ഉടൻ തന്നെ വന്നു ചേരുന്നതാണ്. നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങളുടെ കുടുംബത്തിലുള്ളവർക്കും ആരോഗ്യപരമായ ഒരു പുരോഗതി, രോഗശാന്തി എന്നിവയൊക്കെ വന്നു ചേരുന്നതാണ്. അതുപോലെ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള ഒരു പരിഹാരം വൈകാതെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുക തന്നെ ചെയ്യും. നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ധാരാളം മാർഗങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരുകയും ആ മാർഗങ്ങളൊക്കെ ശരിയായ രീതിയിൽ തന്നെ നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താൻ സാധിക്കും എന്ന് തന്നെയാണ് നിങ്ങളുടെ ഫലം ഇവിടെ പറയുന്നത്. അതിനാൽ ഒരു കാര്യങ്ങളെക്കുറിച്ച് ഓർത്തും നിങ്ങൾ ദുഃഖിക്കേണ്ടതില്ല. നല്ല സമയങ്ങൾ തന്നെയാണ് നിങ്ങൾക്കിനി വരാനിരിക്കുന്നത്. അതുപോലെ നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവിക ശക്തിയുടെ ഒരു സംരക്ഷണ വലയം നിങ്ങൾക്ക് ചുറ്റും ഉള്ളതായിട്ട് കാണുന്നുണ്ട്. ആ ദൈവിക ശക്തിയുടെ സംരക്ഷണ വലയത്തിൽ തന്നെയാണ് നിങ്ങളുള്ളത്. അതുപോലെ തന്നെ ധൈര്യവും മനോബലവുമൊക്കെ കൂടുതലായിട്ടുണ്ടാകുന്ന സമയങ്ങളാണ് നിങ്ങൾക്ക് വരാനിരിക്കുന്നത്. ഈശ്വരൻ നിങ്ങളോടൊപ്പം എപ്പോഴും ഉണ്ട് എന്ന ഒരു വിശ്വാസത്തോടെ തന്നെ മുന്നോട്ട് പോവുക. അതുപോലെ നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ നടന്നു കിട്ടുന്നതിനുള്ള അനുകൂലമായ ചില കാര്യങ്ങളൊക്കെ ഉടൻ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നെത്തുക തന്നെ ചെയ്യുമെന്നും നിങ്ങളുടെ ഫലം ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഇതായിരുന്നു ഒന്നാമത്തെ ചിത്രമായ മൈനയെ തിരഞ്ഞെടുത്തവരുടെ ഫലങ്ങൾ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ചിത്രമായ കാക്കയെ തിരഞ്ഞെടുത്തവരുടെ ഫലങ്ങളിലേക്കാണ് പോകുന്നത്. നിങ്ങൾക്കുടൻ വന്നു ചേരുന്ന അനുഗ്രഹങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. അതായത് ചില വ്യക്തികളുമായി ബന്ധപ്പെട്ട് ധാരാളം ദുഃഖങ്ങളിൽ കൂടിയാണ് നിങ്ങളിപ്പോൾ കടന്നു പോകുന്നത് എന്ന് കാണുന്നുണ്ട്. തീർച്ചയായിട്ടും അതിലൊക്കെ നിങ്ങൾക്ക് അനുകൂലമായ
മാറ്റങ്ങൾ വന്നു ചേരുന്നതാണ്. അതുപോലെ തന്നെ ചില വ്യക്തികളുടെ കടന്നുവരവ് ഉടൻ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്നും നിങ്ങളുടെ ഫലം ഇവിടെ പറയുന്നുണ്ട്. അതൊരു പക്ഷേ പുതിയ ബന്ധങ്ങൾ, പുതിയ സുഹൃത്തുക്കളൊക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതാവാം. അല്ലെങ്കിൽ ഒരുപാട് നാളത്തെ കാത്തിരിപ്പിന് ശേഷം നിങ്ങളുടെ പ്രിയപ്പെട്ടവർ നിങ്ങൾക്കരികിലേക്ക് വരുന്നതാവാം. അതുപോലെ തന്നെ നിങ്ങളുമായി ശത്രുതയിൽ നിൽക്കുന്ന പ്രിയപ്പെട്ടവർ ശത്രുതയൊക്കെ മറന്ന് നിങ്ങളിലേക്ക് മടങ്ങി വരുന്നതാവാം. എന്തായാലും നിങ്ങളുടെ ജീവിതത്തിൽ ചില വ്യക്തികളുടെ സാന്നിധ്യം ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. അത് തീർച്ചയായിട്ടും ഗുണകരമായ ധാരാളം മാറ്റങ്ങൾ നിങ്ങളിലും നിങ്ങളുടെ ജീവിതത്തിലും ഉണ്ടാകുമെന്നും നിങ്ങളുടെ ഫലം പറയുന്നുണ്ട്. അതുപോലെ തന്നെ സംസാര രീതി കൊണ്ട് എപ്പോഴും മറ്റുള്ളവരുടെ ആകർഷണം പിടിച്ചു പറ്റുന്നവരാണ് നിങ്ങൾ. നിങ്ങളുടെ വാക്കുകൾ മറ്റുള്ളവർക്ക് മനോധൈര്യവും ശുഭപ്രതീക്ഷയുമൊക്കെ നൽകാറുണ്ട്. എപ്പോഴും എല്ലാ കാര്യങ്ങളെയും വളരെ പോസിറ്റീവോടെ നോക്കിക്കാണാനാണ് നിങ്ങൾക്കിഷ്ടം. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ധാരാളം സൗഭാഗ്യങ്ങൾ വന്നു ചേരുക തന്നെ ചെയ്യും. ചില ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയുള്ള അമിത പ്രതീക്ഷയിലും പ്രയത്നത്തിലുമൊക്കെയാണ് നിങ്ങളിപ്പോഴുള്ളതെന്ന് കാണുന്നുണ്ട്. ആ പ്രതീക്ഷയൊക്കെ നിങ്ങൾക്ക് സഫലമാകും എന്ന് തന്നെയാണ് നിങ്ങളുടെ ഫലം ഇവിടെ കാണുന്നത്. സ്നേഹവുമായി ബന്ധപ്പെട്ട് പല തിരിച്ചടികളും നിങ്ങൾക്ക് ജീവിതത്തിൽ നേരിട്ടിട്ടുണ്ട്. നിങ്ങൾ സ്നേഹിച്ച് വിശ്വസിച്ച് കൂടെ നിർത്തിയ പലരും നിങ്ങളെ ചതിച്ച് നിങ്ങളിൽ നിന്നും അകന്നു പോയിട്ടുണ്ട്. അത് വലിയ രീതിയിലുള്ള സാമ്പത്തിക നഷ്ടങ്ങളും മാനസിക ബുദ്ധിമുട്ടുകളുമൊക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കി വെച്ചിട്ടുമുണ്ട്. ഇവിടെ നിങ്ങളുടെ ഫലം പറയുന്നത് നിങ്ങൾ അനുഭവിക്കുന്ന സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾക്ക് വരുന്ന 3 മാസത്തിനുള്ളിൽ തന്നെ ഒരു പരിഹാരം കിട്ടുമെന്നുള്ള വളരെ ശുഭകരമായിട്ടുള്ള ഒരു ഫലം നിങ്ങളുടേത് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഈ 3 മാസത്തിനുള്ളിൽ തന്നെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുന്നതിനുള്ള ധാരാളം അവസരങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ്. ആ അവസരങ്ങളൊക്കെ ശരിയായ രീതിയിൽ തന്നെ നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയുമെന്നും നിങ്ങളുടെ ഫലം പറയുന്നുണ്ട്. അപ്പോൾ ഇതായിരുന്നു രണ്ടാമത്തെ ചിത്രമായ കാക്കയെ തിരഞ്ഞെടുത്തവരുടെ ഫലങ്ങൾ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഈ സൗഭാഗ്യങ്ങൾ, അനുഗ്രഹങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഉടൻ തന്നെ വന്നു ചേരണമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവിക ശക്തിയോട് പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ ഇതിൽ പറഞ്ഞ നിങ്ങളുടെ ഫലങ്ങളൊക്കെ 100% എല്ലാവർക്കും നടന്നു കിട്ടുമെന്ന് ഉറപ്പ് പറയുന്നില്ല. എങ്കിലും ഒരു 80-90% ആളുകൾക്കും നടന്നു കിട്ടുന്നതാണ്. അതുപോലെ തന്നെ ഇതിൽ പറഞ്ഞ നിങ്ങളുടെ സ്വഭാവങ്ങളും ജീവിത സാഹചര്യങ്ങളുമൊക്കെ എല്ലാവർക്കും ഒരുപോലെ ശരിയായിട്ട് വരണമെന്നില്ല. പലർക്കും തെറ്റാവാം. അതുകൊണ്ട് തന്നെ റീഡിംഗ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ശരിയായി വന്നെങ്കിൽ മാത്രം ഇതിനെ പോസിറ്റീവായിട്ട് എടുക്കുക. ഇനി നിങ്ങൾക്ക് തെറ്റായിട്ടാണ് വരുന്നതെങ്കിൽ വിട്ടുകളയുക.